Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന എഡിബിൾ ഗ്ലിറ്റർ വളരെ ഈസി ആയിട്ടും ചിലവ് കുറഞ്ഞിട്ടും എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ജലാറ്റിനാണ്. അപ്പോൾ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം ഇപ്പോൾ ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തെടുക്കാം. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. നമുക്കിപ്പോൾ ജലാറ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അപ്പം അങ്ങനെയുള്ളവർ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റെഡ് ജെൽ കളറാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ജെൽ കളർ ഇല്ലെങ്കിൽ ലിക്വിഡ് കളർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കളറൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒരു OHP ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു മിക്സ് ഇതിൽ മൊത്തം ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്യണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ തിന്നായിട്ട് വേണം സ്പ്രെഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിത് തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ തന്നെ ഡ്രൈ ആയി കിട്ടി. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് OHP ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ തന്നെ തോന്നും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാറിലേക്ക് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇട്ടെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തപ്പോൾ നല്ല തരിയായിട്ട് തന്നെ നമ്മുടെ ഗ്ലിറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും വേണമെങ്കിൽ ഒന്നും കൂടി പൊടിച്ചെടുത്താൽ ഇതേപോലെ തന്നെ തരിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് പൊടിക്കണില്ല, ഇതേപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. 2 സൈസിലുള്ള ഗ്ലിറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നമ്മളിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 to 200 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.